118 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. യഹോവയെ ഓർക്കുകയും യഹോവ ചെയ്ത സകല നന്മകളും സകലരും ഒരുപോലെ ഓർക്കുകയും അതിന് അനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. മറവി എന്നുള്ളത് മാനുഷികമാണ്. പലപ്പോഴും മറ്റുള്ളവർ ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോവുകയും മറ്റുള്ളവരാൽ അനുഭവിക്കേണ്ടി വന്നത് കഷ്ടതകളും വേദനകളും മറക്കാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മറക്കേണ്ടത് മറക്കുവാനും മറക്കാതെ ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കുവാനും നമുക്ക് ആകേണ്ടതാകണം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറക്കേണ്ട പല കാര്യങ്ങൾ ഓർത്തിരിക്കുകയും ഓർത്തിരിക്കേണ്ടത് മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. 23 സങ്കീർത്തനം 2 വാക്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഒരിടയൻ ആടുകളെ പുൽപ്പുറങ്ങളിൽ മേയ്ക്കുന്നത് അവയ്ക്ക് ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. സാധാരണയായി നാട്ടിൻപുറത്തെ ആടുകളെല്ലാം നടന്നാണ് ഇളം പുല്ലുകൾ തിന്നുന്നത്. പുൽപ്പുറങ്ങൾ നടന്ന് ഭക്ഷിക്കാനുള്ള ഇടമാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്നാണ്. അതിനർത്ഥം ഈ ആടുകൾ പച്ചയായ പുൽപ്പുറങ്ങൾ കാണുമ്പോൾ കിടന്നു കഴിക്കുന്നു എന്നുള്ളതല്ല. നല്ല ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുമ്പോൾ ഇടയൻ്റെ കൈക്കീഴിൽ ഒതുങ്ങിയിരുന്ന് ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്ന് ഇളം പുല്ലുകൾ ആവശ്യം പോലെ ഈ ആടുകൾ ഭക്ഷിക്കുന്നു. അതിനുശേഷം ആടുകൾ നടന്ന് ഭക്ഷിച്ച് കിടന്ന് വിശ്രമിക്കുന്നു. നടന്ന് ഭക്ഷിച്ച ആട് കിടന്ന് വിശ്രമിക്കുമ്പോൾ നടന്ന് ഭക്ഷിച്ചതെല്ലാം അയവിറക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കുകയും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ദൈവം നൽകുന്നതെല്ലാം നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കാം. അപ്പോൾ തന്നെ മറന്നു പോകാതെ അതെല്ലാം ഓർക്കുന്ന ഒരു സമയവും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും ഒരിക്കലും നാം മറന്നു പോകരുത്. ഇസ്രായേൽ ജനം യോർദാൻ കടക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രത്യേക നിർദ്ദേശം യോർദാന്റെ ആഴത്തിലുള്ള ചില കല്ലുകൾ പെറുക്കിയെടുക്കണം എന്നാണ്. എന്തിനാണ് ദൈവം അങ്ങനെ അവരോട് കൽപ്പിച്ചത് എന്ന് പ്രാരംഭ സമയത്ത് അവർക്ക് മനസ്സിലായി കാണുകയില്ല. അത് യോർദാന്റെ കരയ്ക്കൽ കുഴിച്ചിടുന്നത് തലമുറകൾ യോർദാന്റെ ഓളങ്ങളുടെ നടുവിൽ തൻ്റെ ജനത്തിനു വേണ്ടി വഴി തുറന്നത് തലമുറയെ ഓർക്കുവാനും മനസ്സിലാക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ടിയാണ്. ഇന്നത്തെ പുത്തൻ തലമുറയുടെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ നടത്തിപ്പുകളും വഴികളും അറിയാത്ത തലമുറയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് യഹോവയെ സ്തുതിക്കുകയും അവൻ്റെ നന്മ എന്നെന്നും ഓർത്തിരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.